ഹായ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ കണ്ണിൽ കൺമഷി എഴുതുമ്പോൾ അല്ലെങ്കിൽ കരിമഷി എഴുതുമ്പോൾ അല്ലെങ്കിൽ കാജൽ എഴുതുമ്പോൾ എങ്ങനെ പടരാതിരിക്കാൻ പറ്റും, നമുക്ക് ഒത്തിരി നേരം അതെങ്ങനെ നിർത്താൻ പറ്റും എന്നുള്ളൊരു ഹാക്കായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പം പലർക്കും ഇത് അറിയില്ല, ഒരുപാട് പേർക്ക് അറിയാം, പക്ഷേ ചിലരൊന്നും അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കില്ല. ഞാൻ ഓർത്ത് അതൊന്നും പറയാം, കാരണം ഒത്തിരി പേരെ ഞാൻ കണ്ടിട്ടുണ്ട് കൺമഷി എഴുതിയിട്ട് അല്ലെങ്കിൽ കാജൽ എഴുതിയിട്ട് ഒത്തിരി പടർന്ന് കുറേ നേരം നിൽക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ ഒരു ടിപ്പാണ് പറയുന്നത് എങ്ങനെയാണ് എന്ന് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കണ്ണിൽ കാജൽ എഴുതാം. ഞാൻ നൈക്കയുടെ കാജലാണ് എടുത്തിരിക്കുന്നത്. എങ്ങനെ എഴുതുന്നതെന്ന് പറഞ്ഞാൽ ആദ്യം ഞാനൊന്ന് കണ്ണ് അടച്ചിട്ടാണ് എഴുതുന്നത്, അപ്പം മേളിലോട്ടും കൂടെ അതങ്ങ് വരും. അപ്പോൾ കണ്ണ് എങ്ങനെ അടച്ചിട്ട് എഴുതുന്നത് വെച്ചാൽ ഇങ്ങനെ അങ്ങ് അടയ്ക്കും. കണ്ണിൻ്റെ ഈ പോയിൻ്റ് കുറച്ചൊന്ന് വെച്ചിട്ട് ഇങ്ങനെ അങ്ങ് അടയ്ക്കും. അടച്ചിട്ട് മേളിലോട്ട് പതുക്കെ അങ്ങ് എഴുതും. ശ്രദ്ധിക്കണം. അപ്പോൾ താഴെയും മേളിലും ഒരുവിധം വന്നു കഴിയും. പിന്നെ താഴെ നമ്മൾ കുറച്ചുകൂടെ നന്നായിട്ടങ്ങ് എഴുതണം. മേളിലായില്ല, മേളിൽ ഇങ്ങനെ നോക്കണം, അപ്പോൾ അതായിട്ടുണ്ടോ ഇല്ലേന്ന് അറിയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടെ മേളിലോട്ട് പതുക്കെ അങ്ങ് എഴുതി. ഓക്കെ, നമ്മൾ ചിലപ്പോൾ ഇപ്പം എനിക്ക് കണ്ടോ മേളിലോട്ട് എഴുതി ഉടനെ തന്നെ ഇവിടെ മേളിലായത് കണ്ടോ, അങ്ങനെ പലർക്കും ആവും. അങ്ങനെ പലർക്കും ആവുമ്പോൾ അതിന് നിങ്ങൾ ഒരു കർച്ചീഫിട്ടോ അല്ലെങ്കിൽ ടിഷ്യൂ ഇട്ടോ ഒന്നും തുടയ്ക്കാൻ നിൽക്കരുത്. നിങ്ങൾ ഇതേപോലെ ഒരു ബഡ്സ് എടുക്കുക. ബഡ്സ് എടുത്തിട്ട് പതുക്കെ അങ്ങ് റബ്ബ് ചെയ്യുക. ബഡ്സാണ് ഏറ്റവും എളുപ്പം. പൊതുവേ പടരുന്ന സാധനങ്ങൾക്ക് ബഡ്സാണ് ഏറ്റവും എളുപ്പം. കണ്ടോ പോയത് കണ്ടോ. ഇനി ഐലൈനർ എഴുതുന്ന കുട്ടിയൊക്കെയായിരുന്നു അതൊരു ടിപ്പാണ്. ഐലൈനർ എഴുതുമ്പോൾ പുറത്ത് ചിലപ്പോൾ ആയ കുട്ടികൾ അപ്പം തന്നെ കൈ കൊണ്ട് തേച്ച് അതിനെ അങ്ങ് മാറ്റാൻ ശ്രമിക്കുക. അത് ചെയ്യരുത്. അത് ഉണങ്ങി കഴിയുമ്പോൾ ഇതേപോലെ ഒരു ബഡ്സ് എടുത്ത് പതുക്കെ അങ്ങ് ഇളക്കി കളയാമെന്നുള്ളതേ ഉള്ളൂ. വളരെ ഈസിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ കണ്ണിലിപ്പം കൺമഷി എഴുതി. ഞാൻ എൻ്റെ വരെ ഞാൻ കൺമഷി എഴുതാറില്ല പൊതുവെ, ഇതുവരെ എഴുതുകയുള്ളൂ. കാരണം അത് ചെറുപ്പക്കാരായ കുട്ടികൾക്ക് അത് കൊള്ളാം, പക്ഷെ നമ്മൾ ഇച്ചിരി പ്രായമുള്ളവർക്ക് ഈ എൻ്റെ വരെ എഴുതുന്ന കൊള്ളത്തില്ല. അപ്പോൾ അത് കാരണം ഞാൻ ആ എൻ്റെ വരെ എഴുതാതെ ഈ എൻഡിലോട്ട് കുറച്ചിടും. കണ്ടോ, ഈ കണ്ണിൻ്റെ വ്യത്യാസം കണ്ടോ. കൺമഷി എഴുതി. ഓക്കെ, ഇനി ഞാൻ ഈ കണ്ണിലൂടെ കൺമഷി എഴുതാം. ഇതും അതുപോലെ അടച്ചിട്ട് പതുക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ലൈനായിട്ട് മേൽഭാഗം ടച്ച് ചെയ്ത് എഴുതണം. മേൽഭാഗം ടച്ച് ചെയ്യുമ്പോൾ മേളിൽ നന്നായിട്ട് കരി എഴുതാൻ പറ്റും. കണ്ണിൻ്റെ അകത്ത് കൊള്ളാതെ നോക്കണം. ചിലപ്പോൾ കണ്ണിൻ്റെ അകത്ത് കൊള്ളും, കണ്ണുനീര് വരും. ഇനി താഴെ രണ്ട് കണ്ണിലും കൺമഷി എഴുതി. ഇനി ഇത് നമ്മളിങ്ങനെ തന്നെ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ പടരും. അപ്പോൾ അതിനുള്ളൊരു ട്രിക്കാണ് ഞാൻ പറഞ്ഞിരുന്നത്. ഇതുപോലൊരു ഐബ്രോ പാലറ്റ് ഉണ്ടല്ലോ, ഐബ്രോ പാലറ്റോ അല്ലെങ്കിൽ ഐ ഷാഡോ പാലറ്റ്, ഇതുപോലൊരു ഐ ഷാഡോ പാലറ്റ്. ഇതിൽ ഒരുപാട് ഗ്ലിറ്ററും അതൊക്കെ ഉണ്ട്. ഇതിലിപ്പോൾ ബ്ലാക്ക് കളറില്ല എങ്കിൽ പോലും ഇപ്പോൾ ഇതേപോലത്തെ മാറ്റ് ഫിനിഷിലുള്ള ബ്രൗൺ കളറായിരുന്നാലും മതി, അല്ലെങ്കിൽ ഒരു ഡാർക്ക് മെറൂൺ ഷെയ്ഡായിരുന്നാലും മതി. അതൊക്കെ കണ്ണിന് നല്ല ഭംഗി കൊടുക്കും ഈ കറുപ്പിൻ്റെ അടിയിൽ നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഇപ്പം എൻ്റെ കയ്യിൽ കറുപ്പുള്ളതുകൊണ്ട് ഞാൻ ആ കറുപ്പ് വെച്ച് ഒരു കണ്ണിൽ കറുപ്പ് വെച്ച് ഒരു കണ്ണിൽ ഈ ബ്രൗൺ വെച്ച് ഞാൻ ചെയ്ത് കാണിച്ചു തരാം. ഏത് കണ്ണാണ് ഭംഗിയെന്ന് നിങ്ങൾ പറയണേ. ഇതുപോലൊരു പാലറ്റ് എടുത്തിട്ട്, ഇതിപ്പോൾ നല്ല ഡാർക്ക് ബ്ലാക്കാണ്, ഇത് ഒരു ലൈറ്റ് ബ്ലാക്കാണ്. അപ്പം ഞാനിത് ഡാർക്ക് ബ്ലാക്കാണ് എടുക്കുന്ന ബ്രഷിൽ. ഓക്കെ, എന്നിട്ട് എക്സസ് ഡാബ് ചെയ്ത് കളയുക. കണ്ണ് കുറച്ചൊന്ന് കുനിക്കുക, മേളിലോട്ട് നോക്കുക. ഇങ്ങനെ വെച്ച് എഴുതാൻ പ്രയാസമാണ്. അപ്പോൾ കുറച്ചൊന്ന് കുനിച്ചിട്ട് വേണം നമ്മൾ ഇതിലെടുത്ത് ഇത് പൗഡർ നമ്മൾ എങ്ങനെ ചെയ്യുന്നത്, ഈ എൻഡിൽ ഈ നമ്മൾ കാജൽ എഴുതിയ എൻഡിൽ പ്രസ് ചെയ്യണം, സീൽ ചെയ്യണം. ഇതിന് സീലിംഗ് എന്നാണ് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഈ എൻഡിൽ. അതായത് പണ്ടൊക്കെ നമ്മൾ കുഞ്ഞു വാവകൾക്ക് കരിയൊക്കെ അമ്മമാർ നിറച്ച് എഴുതി കൊടുത്തിട്ട് ടാൽക്കം പൗഡർ എടുത്ത് മേളിൽ വെക്കും പടരാതിരിക്കാൻ. ആ സെയിം പ്രോസസ്സാണ് ഇതിൽ ചെയ്യുന്നത്. പക്ഷേ അന്നൊക്കെ അമ്മമാർക്ക് ആരും പഠിപ്പിച്ചു കൊടുക്കുക ഇല്ലെങ്കിൽ അവരുടെ ബുദ്ധിയിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതേപോലെയാണ് ഇതേപോലെ നമ്മൾ
ഐബ്രോ ഷെയ്ഡ് ചെയ്യുന്ന പൗഡറോ അല്ലെങ്കിൽ ഐ ഷാഡോയോ എന്തെങ്കിലും മാറ്റ് ഫിനിഷിലുള്ള എടുക്കണം. ഡാർക്ക് കളറിൽ ബ്ലാക്കോ ആഷോ അല്ലെങ്കിൽ ഡാർക്കസ്റ്റ് ബ്രൗണോ ഡീപ്പ് ബ്രൗണോ ഏതെങ്കിലും ഒരു കളർ എടുത്ത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഭംഗി വരും കണ്ണിന്. ഇപ്പം കണ്ടോ, ഈ കണ്ണിൽ എഴുതിയതിൻ്റെ വ്യത്യാസവും ഈ കണ്ണിൽ എഴുതിയതിൻ്റെ വ്യത്യാസവും ഇത് ഞാൻ ചെയ്തിട്ടില്ല. ഇതിപ്പോൾ ഞാൻ സീൽ ചെയ്തു, കുറച്ച് സീൽ ചെയ്ത് കഴിഞ്ഞു. കുറച്ചുകൂടെ നന്നായിട്ട് ചെയ്യണം. പക്ഷേ ഇതിൻ്റെ വ്യത്യാസം കണ്ടോ, ഒരുപാട് വ്യത്യാസം വരും. ഭംഗി എപ്പോഴും സീൽ ചെയ്യുന്ന കണ്ണിനായിരിക്കും. ഞാൻ കുറച്ചുകൂടെ എടുത്തിട്ട് ഒന്നുകൂടെ ഈ അറ്റത്തൊന്ന് സീൽ ചെയ്യാം. അതായത് നമ്മൾ കാജൽ എഴുതിയതിൽ നമ്മൾ അതിൽ ഈ ഐ ഷാഡോ കൊണ്ട് സീൽ ചെയ്യുന്നത് കണ്ടോ. ഇനി ഇത് അനങ്ങത്തില്ല അവിടെ നിന്ന്. അതേപോലെ ഞാൻ ഈ കണ്ണിൽ ബ്രൗൺ വെച്ച് എഴുതി കാണിച്ചു തരാം. ബ്രഷ് ക്ലീൻ ചെയ്തതിന് ശേഷം ഒരു ടിഷ്യൂവിൽ പതുക്കെ അങ്ങ് തുടച്ചു കൊടുത്താൽ മതി. ബ്രഷ് ക്ലീനാണ്. ഓക്കെ, ഇതിൽ ഈ ഡാർക്ക് ബ്രൗൺ ഞാൻ എടുക്കുന്നത്. ഈ ഡാർക്ക് ബ്രൗൺ എടുത്തിട്ട് ഒന്ന് എഴുതി കാണിച്ചു തരാം. കണ്ടോ, ബ്രൗൺ വെച്ച് എഴുതിയപ്പോഴത്തേക്ക് പുറത്തൊരു ബ്രൗൺ ഷെയ്ഡും അകത്ത് ബ്ലാക്ക് ഷെയ്ഡും വന്നു. ഇത് കംപ്ലീറ്റ്ലി കറുത്ത കളറാണ്. അപ്പം നിങ്ങൾക്ക് ഏതാണ് ഇതൊരു പ്രത്യേക ഭംഗി വരും. അപ്പം ഇതിന് കറുപ്പിട്ട് എഴുതുന്നതിൻ്റെ ഭംഗി, ഇതിന് ബ്രൗൺ ഇട്ട് എഴുതുന്നതിൻ്റെ ഭംഗി. ഇതുപോലെ ഇപ്പോൾ ഇത് വലിയ ഡീപ്പ് ബ്രൗൺ അല്ല, അതുകൊണ്ടാണ് ഈ കളർ. പക്ഷേ ഇത് വേറൊരു ഭംഗി വരും, ഇത് വേറൊരു ഭംഗി വരും. ഇനി നമുക്ക് കുറച്ചുകൂടെ കറുപ്പായാലും അപ്ലൈ ചെയ്യണമെങ്കിലും കാജൽ വെച്ച് അപ്ലൈ ചെയ്യാം. കണ്ടോ, ഇതിൽ കറുപ്പ്, ഇതിൽ ബ്രൗൺ, ഇങ്ങനെ വേണം ചെയ്യാൻ. പിന്നെ ഇത് വെച്ച് നമ്മൾ സീൽ ചെയ്യുമ്പോൾ നമ്മൾ മുഖം കഴിയുമ്പോഴത്തേക്ക് ഇത് പോകത്തില്ല പെട്ടെന്നൊന്നും. അപ്പോൾ ഒരു മേക്കപ്പ് റിമൂവർ വാങ്ങിച്ച് വയ്ക്കുക. അത് കുറച്ച് കോട്ടണും വെച്ചിട്ട് നല്ലോണം മുഖം, കണ്ണും ചുണ്ടും എല്ലാം നല്ലോണം നമ്മുടെ ആവശ്യങ്ങളെല്ലാം കഴിയുമ്പോൾ രാത്രി കിടക്കുന്നതിന് മുമ്പേ ഒരു മേക്കപ്പ് റിമൂവറോ അല്ലെങ്കിൽ മേക്കപ്പ് റിമൂവറിന് പകരം ഒരു ബാം കിട്ടും, അതോ വെച്ച് നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് വീണ്ടും ഒരു ക്ലെൻസർ വെച്ച് വാഷ് ചെയ്തിട്ട് ഒരു നൈറ്റ് ക്രീമോ അപ്ലൈ ചെയ്തിട്ട് കിടക്കാവും. നമ്മൾക്ക് ഇതെല്ലാം ഇടാൻ എളുപ്പമാണ്, പക്ഷേ ഇത് അഴിക്കാനാണ് ഇച്ചിരി പാട്. അഴിച്ച് ക്ലീൻ ചെയ്തില്ലേ നമ്മുടെ സ്കിന്നെല്ലാം ചീത്തയാവും. അപ്പം അതും കൂടി ഒന്ന് മുൻകൂട്ടി കാണണം. അതും കൂടി മുൻകൂട്ടി കണ്ടു കഴിഞ്ഞാൽ മേക്കപ്പ് എന്ന് പറയുന്നത് വളരെ എളുപ്പവും ഇഷ്ടമുള്ളൊരു കാര്യമാണ് എല്ലാവർക്കും, ഇല്ലേ? അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. ഇനി മേക്കപ്പ് റിമൂവർ, അഫോർഡബിളായിട്ടുള്ള മേക്കപ്പ് റിമൂവറുണ്ട്. ഗാർണിയറിൻ്റെ ഞാൻ കാണിച്ചു തരാമേ. ഇത് മേക്കപ്പ് റിമൂവറാണ്. ഇതിന് 200 സംതിങ്ങേ ഉള്ളൂ. ഇതുപോലൊരു ബോട്ടിലും കുറച്ച് കോട്ടണും ഉണ്ടെങ്കിൽ ഇത് നന്നായിട്ട് ലിപ്സിനും കണ്ണിനും എല്ലാം അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് വാങ്ങി വെച്ചിരുന്നിട്ട് ഇത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് നമ്മൾ നല്ലവണ്ണം ഒന്നുകൂടെ വാഷ് ചെയ്യണം. അതിനാണ് ഡബിൾ ക്ലെൻസിങ് എന്ന് പറയുന്നത്. ഒരു പ്രാവശ്യം ചെയ്തുകൊണ്ട് ഒരു പ്രാവശ്യം നമ്മുടെ ക്ലെൻസർ വെച്ച് വാഷ് ചെയ്ത് വൈപ്പ് ചെയ്തിട്ട് പിന്നെ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന സിറംസും അല്ലെങ്കിൽ നൈറ്റ് ക്രീംസോ അല്ലെങ്കിൽ മോയ്സ്ചറൈസറോ എന്താണെന്ന് വെച്ചാൽ അത് യൂസ് ചെയ്തിട്ട് വേണം കിടക്കാനായിട്ട്. ഇനി യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് തന്നെ ഓടിച്ചെന്ന് കിടക്കരുത്. കാരണം അത് അബ്സോർബ് ചെയ്യണ്ടേ, നമ്മുടെ പില്ലോയിലൊക്കെ അത് അങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ അതുകൊണ്ട് എന്ത് പറയാൻ. അപ്പോൾ കുറച്ച് നേരം ഒരു അരമണിക്കൂറെങ്കിലും ഇട്ടതിന് ശേഷം പോയി കിടക്കുക. അപ്പോൾ എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഇനി എല്ലാവർക്കും ഇതൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാത്രം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം എന്നെ പോലെ എൻ്റെ പ്രായമുള്ളവർക്കെല്ലാം ഇത് ഒരു ടിപ്പായിട്ട് ഇത് നിങ്ങൾക്കൊക്കെ നന്നായിട്ട് ഒരുങ്ങാൻ പറ്റും. ഓക്കെ, സ്വയം ഒരുങ്ങാൻ പറ്റും. ഈ ബ്രഷിൻ്റെ പേര് ആംഗുലാർ ബ്രഷ് എന്നാണ്. അതായത് നമുക്ക് ഐബ്രോസും വരയ്ക്കാൻ പറ്റും. ഇത് വെച്ച് വേണമെങ്കിൽ അറിയാമെങ്കിൽ നമുക്ക് ഐലൈനറും വരയ്ക്കാൻ പറ്റും. ഐലൈനർ വെച്ചാൽ ഭയങ്കര തിന്നായിട്ടുള്ള കുറച്ച് ഡാർക്കനായിട്ട് ഐലൈനർ വരയ്ക്കാൻ പറ്റും. ഇതിൻ്റെ പേര് ആംഗുലാർ ബ്രഷ് എന്നാണ്. ഇതൊരെണ്ണം വാങ്ങി വയ്ക്കാം. ഇല്ലെങ്കിൽ ചില ഐ ഷാഡോ പാലറ്റിലൊക്കെ അവർ തന്നെ തരുന്നുണ്ട്. അപ്പോൾ അതായിരുന്നാലും മതി.